ഇത് രണ്ടും കേപ്പിയാണ്. അതിലെന്താണ്? എന്താ അവന്റെ ചാനൽ ഏതാ ഇതിന്? എന്താ സംഭവം? ഒരു സെക്കൻഡ്. യൂട്യൂബ് ഇതിലെന്താണ്? MRC സീക്കം വരുന്ന അടിച്ചു നോക്കട്ടെ. എന്താണ് CK മാരിയുടെ? എന്താണ് CK മാറി? CK മാരിയുടെ എന്താണ്? പിന്നെന്ത് ഏതാ? ഇതാണോ മറ്റേ പെണ്ണേഴ്സ് ചോദിച്ചു പോയില്ലേടാ? മറ്റേ നമ്മുടെ അടി മേടിച്ചപ്പോഴേ പെണ്ണേഴ്സ് വെച്ചിട്ട് പോയില്ലേ? നമ്മുടെ ആരെല്ലാം പെണ്ണേഴ്സ് കിട്ടുമോ, ഓസി എന്തേലും കിട്ടുമോ എന്ന് ചോദിച്ചു പൈസ ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞു പോയില്ലേ? ഒരു ആ കണ്ടി മറ്റേ HF ൽ മറ്റേ 17 വയസ്സുള്ള കൊച്ചു കണ്ടി. ന്യൂ ഗ്യാങ് വെഹിക്കിൾ ഇന്നോവേഷൻ പൾസ്. കറങ്ങുന്നില്ലല്ലോ, കറങ്ങുന്നില്ല. ശരിയല്ലേ? ഇത് റിമ്മല്ലേ? ഇത് കുഴപ്പമില്ല, അവൻ ചെയ്യട്ടെ ബ്രോ, ചെയ്യട്ടെ. ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സർവറിനെ മോക്കിയത് എന്ത് അണ്ടി കിട്ടുമെന്നുള്ളത് അവനെ കുറച്ച് ഇതൊന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ. എന്നിട്ട് ഊമ്പി ചൊണ്ണാക്കി കൊടുത്തു. ചൊണ്ണാക്കി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി. ഓക്കെ, പറയൂ. ആക്കം തൊലിച്ച് ഊമ്പി നടക്കുന്ന കുണ്ണയൊക്കെ തൊലിക്കാൻ പറ്റും. അയ്യോ കേക്കട്ടെ. നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി പറയൂ. ആക്കം തൊലിച്ച് ഊമ്പി നടക്കുന്ന കുണ്ണയൊക്കെ തൊലിക്കാൻ പറ്റുന്നു. ഞാൻ കണ്ടറാ KV അപ്പാപ്പനെ ഞാൻ കണ്ടറാ. അളിയ ഇന്നലെ എന്റെ അടുത്ത് ഒന്ന് ചോദിക്കുവാണേ, എടാ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ സംസാര ശൈലി ഗ്യാങ്ങിന് ചേരുന്ന രീതിയിലല്ലെങ്കിൽ, അതായത് നമ്മുടെ ഗ്യാങ്ങിന്റെ ഇപ്പോഴത്തെ ഓറയ്ക്ക് ചേരുന്ന ഒരു രീതിയിലല്ലെങ്കിൽ ഞാൻ പഴയതുപോലെ ആവട്ടെ, ഞാൻ പഴയതുപോലെ സംസാരിക്കട്ടെ. കാരണം പഴയതുപോലെ കേട്ടിട്ടുള്ളത് ഞാൻ മാത്രമാണ്, മനസ്സിലായ? ഏറ്റവും കൂടുതൽ ഇങ്ങനെ വായത് കേട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ പറഞ്ഞു കേട്ടത്, മനസ്സിലായ? കുറച്ചുകൂടെ അടുത്ത എവിടെ? ഹേർട്ടായി പോയി കേട്ടോ. എനിക്ക് മനസ്സിലാവും. ചെസ് തന്നെയല്ലേ ഇത്? ഹേർട്ടായി തോന്നടാ, അണ്ണന്മാർക്ക് ഹേർട്ടായി തോന്നുന്നു കേട്ടോ. അണ്ണന്മാർക്ക് ഹേർട്ടായി പോയി കേട്ടോ. എടാ ഭീമേടാ, അണ്ടന്മാരുടെ ഇടവേശം നമ്മളെ പിടിച്ച അണ്ടന്മാർക്ക് ഹേർട്ടായി കേട്ടോ. അയ്യോ, ഇടവേശ രൂപ നടക്കുന്നത്. അവനൊക്കെ വയറിനൊക്കെയാണ് തൊലിക്കുന്നത്. രൂപ നടക്കുന്നത്. പാടത്തോടെ വരമ്പത്തെ ഓടിയതാ. അതുകൊണ്ട് അതെടുത്തോട്ട് ഇങ്ങോട്ട് വരല്ലേ നീ? അതെടുത്തോട്ട് ഇങ്ങോട്ട് വരല്ലേ കേട്ടോ? അതെടുത്തോട്ട് ഇങ്ങോട്ട് ഇറങ്ങല്ലേ നീ? ആരായിരുന്നു പറഞ്ഞു? ഞാനിപ്പോഴേ ആലോചിക്കാൻ പോണ ഒരു കാര്യം ഉണ്ടല്ലോ ഗൈസ്. ഈ നാളെ ഇപ്പുറത്തെ സൈഡിൽ ബ്രാവോയും ഇപ്പുറത്തെ സൈഡിൽ എന്റെ ഫേസ് ക്യാമൂടെ കട്ടായി വരുമ്പോ ഇത് കണ്ടന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ പോകുന്നതിനകത്ത് നാളെ വന്ന് കരഞ്ഞു മെഴുകി തൂറാൻ പോകുന്നവന്മാരുടെ ആ ഒരു അതെനിക്ക് ഇപ്പോഴേ ആ സന്തോഷം എനിക്ക് ഫീൽ ആയി തുടങ്ങി. ഇപ്പോഴേ ഇത് ഇവന്റെ സെറോറ, ഇത് ഇവന്മാരുടെ സെറോറ. എന്ത് രസമായിരിക്കും നാളെ. ആരും അങ്ങനെ ഒരു കണ്ടന്റ് വരുമ്പോൾ ആരെങ്കിലും ലിങ്ക് അയച്ചു തരണേട്ടാ. എനിക്കത് കാണണം, ആ ഫ്രസ്ട്രേഷൻ കാണണം എനിക്ക്. എടാ ഞാനിവിടെ ഇരുന്ന് വാതറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഷെയ്ക്കെണ്ണം തൊട്ടിട്ടുള്ള ബാക്കിയുള്ള എല്ലാ എണ്ണം ഇവിടെ കിടന്ന് മുള്ളും. കാണുന്നവരൊക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്ക്.
ജോക്കി പുതിയ കയറ് എടാ ഞാനിവിടെ ഇരുന്ന് വാതറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഷെയ്ക്കെണ്ണം തൊട്ടിട്ടുള്ള ബാക്കിയുള്ള എല്ലാ എണ്ണം ഇവിടെ കിടന്ന് മുള്ളും കാണണവനൊക്കെ ഒന്ന് പോയി ചോദിച്ചു നോക്ക്. ഇവിടെ കളിക്കാൻ വരുമ്പോഴത്തേക്ക് നോക്കിയും കണ്ടും കളിക്കണമെന്ന് പറഞ്ഞത്. എനിക്ക് അടിവേര് തോണ്ടിയ ശീലം, അടിവേരെ ഞാൻ തോണ്ടത്തുള്ളു, അടിവേര് മനസ്സിലായടാ. അവന്റെ ഒക്കെ തൊലി പൂട്ടാ കുറച്ച് വണ്ടി ചെക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു. അപ്പൊ ബ്രോ ഞാൻ പറയണെന്നുള്ളത് ഇതേ ഉള്ളൂ, അടങ്ങിയും മറ്റേ ഇവിടെ കളിക്കണം നിർബന്ധമാണെങ്കിൽ മര്യാദക്കൊക്കെ കളിച്ച് മറ്റേ ഒരുപാട് മാസൊക്കെ ഇറക്കാതിരുന്നാൽ ഇനി കുറച്ച് ദിവസം കൂടെ പീഡിയുടെ ആയിരുന്നു ടിവിയുടെ ആയിരുന്നു കെവിയുടെ ആയിരുന്നു ഒക്കെ തല്ല കൊണ്ട് സർവൈവ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ അത്രയ്ക്ക് അത് അത്രയ്ക്ക് നാണക്കേടായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ വേറെ സെർവർ കണ്ടുപിടിക്കുക. ഇത്ര നാണം കെട്ട് കളിക്കണം. അങ്ങനെ നാണക്കേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ നാണം കെട്ട് കളിക്കരുത്. അതേ പറഞ്ഞു, നാണക്കേടായിട്ട് തോന്നുന്ന ഒരിക്കലും നാണം കെട്ട് കളിക്കരുത്. ഇനി ടാർഗറ്റിംഗ് എന്നോ എന്ത് അണ്ടിന്നോ വേണേലും പറയാം. കയ്യിലിരിപ്പിന്റെയാ, വായിക്കുന്ന വരുന്ന വർത്താനത്തിന്റെയും കയ്യിലിരിപ്പിന്റെയും വെളിയിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുടെയും കൊണ്ടാണ് ഈ ഗതി വന്നത്. മനസ്സിലായി? അല്ലാതെ ആരുടെയും ഗുണം കൊണ്ടല്ല, വേറൊരാളും കൊണ്ടല്ല നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ചെയ്തു വെച്ച കുറെ പോക്കൃത്തരവും തന്തയിലായ്മയും കൊണ്ടാട്ടോ ഇങ്ങനെ ആയിപ്പോയത്. ഇനി ഉണ്ടെന്നോ? ഇനി എവിടെയാ? അപ്പൊ ഊമ്പിക്കൊണ്ടിരിക്കുമ്പം ഓർക്കണം, മനസ്സിലായോ? ഇങ്ങോട്ട് തൊലിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാനും തിരിച്ചിട്ട് തൊലിക്കും. അപ്പൊ തിരിച്ചിട്ട് തൊലിക്കുമ്പോ ഇത് തന്നെ തോന്നണം. അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ അങ്ങ് മറന്നുപോയല്ലോ, എവിടെ എന്ത് പറ്റി, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നും പറഞ്ഞോണ്ട് വന്നേക്കരുത്. ബന്ധവും കൊണ്ടാ ഞാനങ്ങ് മറക്കും. ഞാന് അവന്റെ ഒക്കെ അണ്ടി പിന്നെ സെർവറിന്റെ ഡൗൺഫോൾ ആയെന്നോ ബ്രോ? ആരും സീരിയസ്? ശരിക്കും ബ്രോ പറയണാണ് അത്? കാര്യമായിട്ട് ചിന്തിച്ച് ബ്രെയിൻ ഉപയോഗിച്ച് ചിന്തിച്ച് പറഞ്ഞ കാര്യമാണോ അത്? പുള്ളി അത് ഇപ്പൊ റീസ്റ്റാർട്ട് ആയിട്ട് പറഞ്ഞായിരിക്കും ബ്രോ. ഈ പറയുന്ന പെർട്ടിക്കുലർ ഗ്യാങ് ഇവിടെ കളിക്കാൻ വരുന്നത് പോലും ഈ സെർവർ ടോപ്പ് നിൽക്കുന്നുണ്ടാ? എന്തുകൊണ്ട് അവർ വേറെ സെർവർ തുടങ്ങിയില്ല? ഈ സെർവർ ഉള്ളതുകൊണ്ടാണ് അവരിവിടെ കളിക്കാൻ വന്നതല്ലേ. ചിരിപ്പിക്കല്ലേ ബ്രോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മറ്റേ മന്ദബുദ്ധി ആകുന്നത് എന്താന്ന് പറയാം ആൾക്കാര്. ഇവിടുന്ന് ഇറങ്ങിയ ഡൗൺഫോൾ ആർക്കാന്ന് നമുക്ക് കാണാം, അത് കണ്ടു തന്നെ അറിയണം. കറന്റ്ലി കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ ടയർ 1 ഗ്യാങ്സുകൾ അത്യാവശ്യം നല്ല കഴിവുള്ള, അടിക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാർ മാത്രം കളിക്കുന്ന ഒരു, ബാക്കി എല്ലായിടത്തും ഈ പറയണത് പോലെ കുറെ ഇവിടുന്ന് ബാൻ മേടിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോയി ഇരിക്കുന്നവന്മാർ മാത്രമേ ഉള്ളൂ വേറെ ഗ്യാങ് ആയിട്ട് കളിക്കുന്നത്. മനസ്സിലായ? ടിവിയുടെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ട് പഴുത്തവന്മാരും അതുപോലെ തന്നെ ഇവിടെ പെർമനന്റ് ബാൻ ഇട്ടിട്ട് അവരുടെ കൂട്ടുകാരന് വരാൻ പറ്റാത്തതുമായിട്ടുള്ള ആൾക്കാർ മാത്രമേ വെളിയിലുള്ളൂ. ബാക്കി കേരളത്തിൽ അത്യാവശ്യം കളിക്കാൻ അറിയാവുന്ന എല്ലാ ആൾക്കാരും കളിക്കുന്ന സെർവർ ഇതാ. മനസ്സിലായി? ഇവിടെ വന്ന് തല്ലുകൊള്ളുവാണെങ്കിൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ തല്ലുകൊള്ളുക. പിന്നെ വെളിയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനീ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഇവിടുന്ന് ഉള്ള ടയർ 3 ഗ്യാങ്ങുകളുടെ ഒക്കെ അവിടെ പോയിട്ട് സ്ട്രീക്ക് കൂട്ടി സിനിമാറ്റിക് വീഡിയോ ഒക്കെ ഇറക്കി അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ഇടാം. വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ വെളിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഹെയ്റ്റും പറയുകയായിട്ട് അങ്ങ് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ഇല്ലാണ്ടായി പോകും. എടാ പോടാതായേ, നിന്റെയൊക്കെ അപ്പുറത്തെ ഹെയ്റ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. എന്റെ പിള്ളേരൊക്കെ കൊണ്ട് ഊമ്മ നടക്കുന്നത്. നീയൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ അടുത്ത് തൊലിച്ചു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിടായിരുന്നു, എനിക്ക് വിഷമമായിടായിരുന്നു. അവന്മാര് അയ്യോ സർവറിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഡൈനു കേൾക്കുന്നുണ്ടോ? ഡൈനു കളിയാക്കുന്നുണ്ടായിരുന്നു, കേൾക്കുന്നുണ്ടായിരുന്നു. ആൻറ്റി പേടായിടത്ത് സർവറിന്റെ ഓണറും തൊലിച്ചെന്ന് പറയണ്ട. സർവറിന്റെ ഉമ്മ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഇത് തന്നെ ചെയ്യത്തുള്ളൂ, അല്ലാതെ നിനക്കൊന്നും പിടിച്ച് ഉമ്മാരാൻ നിൽക്കത്തില്ല. കുണ്ണായ്മയും തൊലിച്ച് ഊമ്പിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഓർക്കണം നീയൊക്കെ. തിരിച്ച് കുണ്ണായ്മ പറയാനും ചെയ്യാനും അറിയാതെ ഇവിടെ ഉള്ളത്. മനസ്സിലായ? ഇത്ര നാളെ നീയൊക്കെ കണ്ട മുഖമല്ല എനിക്കുള്ളത്. അത് വരുത്തിക്കരുത് നീയൊക്കെ. അല്ല ഞാനെന്തിനാ ഡ്രാഗ് ചെയ്തേ?
സോറി ഡ്രാഗൺ അപ്പുക്കുട്ട എന്താ അപ്പുക്കുട്ട വലിച്ചേക്കടാ പിന്നെ ബീപ്പിനെ അതുകൊണ്ട് നീയൊക്കെ കാണത്തൊരു മുഖാനിക്കുണ്ട് ചിരിച്ചും കളിച്ചും കളിക്കുന്ന ഏപ്പിനെ നീയൊക്കെ കണ്ടുള്ളു അല്ലെങ്കിൽ ഈ പറയുന്ന അപ്പാപ്പൻ എന്ന് പറയാൻ നിനക്കൊക്കെ അറിയത്തുള്ളു. ചിരിയൊക്കെ ഞാനങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഞാൻ സീരിയസ് മോഡ് ഓണായി കഴിഞ്ഞാൽ വേറെ ഇത് കുറെ കണ്ടവന്മാരുണ്ടാവല്ലോ. വീണ്ടും അല്ല വേറെ കാര്യം പറയാം കേസ്. ഞാൻ വേറെ കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. നിങ്ങൾക്ക് ഈ സെർവറിന്റെ മുന്നിൽ ഇവര് RP കളിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല അറിയുള്ളൂ. ഇതിന്റെ ബാക്ക് എൻഡില് ഈ പറയണത് പോലത്തെ എല്ലാ ഗ്യാങ്ങിനും വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളുടെ കൂടെയാണ് ബ്രാവോ. മനസ്സിലായോ? അപ്പോ MRC-കാരുടെ എന്തൊക്കെ വർത്താനങ്ങളും ബാക്കിയുള്ള ബാക്ക് എൻഡിൽ ചെയ്ത കാര്യങ്ങളും എല്ലാം ബ്രാവോയ്ക്ക് അറിയാം. അപ്പൊ വെറുതെ അവൻ ഈവൻ ദോ TV-ലായിട്ട് പോലും ഇന്നേ വരെ ഒരു സിറ്റുവേഷനിലും അവൻ ഇതൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. അവനിങ്ങനെ ട്രിഗർ ആയിട്ടില്ല. സെർവറിനെ പറ്റി ഇരുന്ന് പറയരുത്. എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ എന്താ ബുദ്ധിമുട്ട്? നമ്മുടെ ഹൈനയും കാർണേജും ഒക്കെ എത്ര വട്ടം റീവർക്ക് ചെയ്തിട്ടാണ് സിറ്റിക്കകത്ത് കയറ്റിയെന്ന് അറിയാവോ നിങ്ങൾക്ക്? ഇവിടുത്തെ കൊളീഷൻ പ്രശ്നമാണ്, ഇവിടുത്തെ ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഹൈനയും കാർണേജും ഒക്കെ എത്ര വട്ടം ഇപ്പം സെർവറിന്റെ തന്നെ എന്തോരം ടൈം. ഇപ്പൊ രാവിലെ അവൻ കിടക്കുന്ന തന്നെ 5 മണിക്കൊക്കെ ആയിരിക്കും ഈ മെയിൻ്റെനൻസും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും രാവിലെ ഫുൾ ടൈം ഇതിന്റെ പറയാ. നമ്മള് RP കളിക്കുമ്പോ ബാക്കെൻഡിൽ കുറെ വർക്കും കാര്യങ്ങളെല്ലാം ബ്രാവോയാണ് അവരെ ടീമാ ചെയ്യുന്നത്. അതിൽ ബ്രാവോ ഉണ്ട് ഫുൾ ടൈം അങ്ങനെ ഇരിക്കുന്നത്. അതാ നിങ്ങളിങ്ങനെ വന്നിട്ട് നേരെ വന്ന് 5M എന്ന് പറഞ്ഞ് ഓൺ ആക്കിയിട്ട് കണക്ട് എന്ന് അടിക്കുമ്പോ അവിടെ പോകുന്നത് ചെയ്യുന്ന കാര്യം പോലും ചെയ്യുന്ന ആ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവരൊക്കെയാ. വന്ന് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ കണക്ട് ചെയ്ത് സിറ്റി പോണില്ലേ? ആ പോകുന്നതിനുള്ള കാരണം ഇവരുടെയൊക്കെ ബാക്കെൻഡിലുള്ള വർക്കാണ്. മനസ്സിലായ? ഇവര് ബാക്കെൻഡിൽ കിടന്ന് കഷ്ടപ്പെടുന്നതിന്റെയാണ് അതിന്റെയൊക്കെ. അപ്പൊ സെർവറിന്റെ സൈഡിൽ നിന്ന് ഇന്ന സാധനം പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അത് റെസ്പെക്ട് ചെയ്താൽ മതി. അതിന് എക്സ്പ്ലനേഷൻ ലൈവ് ഒന്നും വേണ്ട. ഹൈനയ്ക്കും മറ്റേ ഇതിനൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ ഞാൻ തന്നെ ബ്രാവോ എടുത്ത് ചോദിച്ചിട്ടുണ്ട് വന്ന്, ബ്രാവോ ഇതെന്താ ഇങ്ങനെ പറയുന്നത്? ബ്രാവോ നേരെ പറഞ്ഞു, ഈകള് സെർവറിന്റെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഞാനല്ല ഇത് ചെയ്യുന്നത്, വണ്ടിയുടെ എല്ലാം വേറൊരാളാണ്, പുള്ളി അവരുടെ കാര്യങ്ങളും ഈ പറയണ ഇതെല്ലാം ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ വന്ന് പറഞ്ഞ് അവിടെ പോയി അവർ പറഞ്ഞ രീതിയിൽ കൊളീഷൻ റീവർക്ക് ചെയ്ത് ബോക്സ് കൊളീഷൻ എന്താണ് അതിന് പറയുന്നത് വണ്ടിയുടെ എനിക്ക് അറിയത്തില്ല ഈ സാമാനത്തിന്. അന്ന് അവരൊക്കെ ഇത് ഡീൽ ചെയ്തത് ബോക്സ് കൊളീഷൻ. ബോക്സ് കൊളീഷൻ എന്ന് പറയുന്നത് എന്തോ ഒരു സാധനമുണ്ട്. അത് കറക്റ്റ് ആയിട്ടൊക്കെ വന്നാലേ സിറ്റിക്കകത്ത് കയറ്റാൻ പറ്റുള്ളൂ വണ്ടി. ആരോട് പറയാനാണ്? അത് ഇല്ല ഞാൻ പറയുവാടാ, ഞാൻ പറയുക അതിൽ ഭയങ്കര എഫേർട്ട് വേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ ആ സാധനം ഒരു വണ്ടിയുടെ ടയറിനോ അല്ലെങ്കിൽ ബാക്കി എന്തിനേലും ഇതുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് കൊടുത്താൽ പോരെ. അതിന് മറ്റേ ലൈവ് ഇട്ട് മറ്റേ ഊക്കും താറ്റം വേണം, അമ്മമാർക്ക് ഇവിടെ കളിക്കുകയും വേണം, ഇത് ചെയ്യുകയും വേണം എന്ന് പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? അങ്ങനെ കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ഊമ്പുമ്പം നോക്കി ഊമ്പണം. നിന്റെ വായിക്കൊള്ളാത്ത ഊമ്പാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് വേണ്ട ബാക്കി പറയുന്നില്ല ഞാൻ. ഞാൻ ഈ ലൈവിന്റെ തുടക്കത്തിൽ ഞാൻ ഹലോ ഗൈസ്, ഹായ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. മറ്റൊരു സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈറ്റ് ഒന്നും ഇല്ലടേ. ഒരു സെക്കൻഡ് പിള്ളേരെ, ഒറ്റ സെക്കൻഡ്. 1 hour 54. ഓക്കെ 1 മണിക്കൂർ 54. ഒരു സെക്കൻഡ്. ഞാനടുത്ത് 1 മിനിറ്റും 54 സെക്കൻഡും ആയിരിക്കും നിങ്ങൾ പറഞ്ഞു. MRC 666 സ്റ്റാർ ഇല്ലാതെ ഓടിച്ച് കൺട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാവോ ബ്രാവോ ഗെയിമിംഗ്? അത് ചെക്ക് ചെയ്തടാ. MRC 666 ഇഷ്യൂ ഒന്നുമില്ല. കറന്റ്ലി റിമ്മാണത്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഹാൻഡിലിംഗ് പിന്നെ 3 ഇനി ഹൈനയാണെന്നോ? തേർഡ് വെഹിക്കിള് ഗോഡ്സിലെ അല്ല, ഹൈന തന്നെയാണ്. എവിടെ ഇതിന്റെ സംശയം എവിടെ വെച്ചാലും പൊട്ടുന്നു. അറിയില്ലേ ഇത് പൊട്ടിച്ചതാ. അതുകൊണ്ടെ ലുക്കായിരുന്നില്ല വണ്ടി.
നല്ല ഫ്ലാറ്റിനായിട്ടിരിക്കുന്നു, ഭയങ്കര അതിരിക്കുമല്ലേ വണ്ടി. ഒന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതിലാരും പിടിക്കണ്ട. ഇതാ ഒന്ന് മാത്രമേ ഉള്ളൂ. സമാധാനമായോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? മതി 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 മതി. ഇനി ഓടിക്കണം. Bro, today my mom's birthday name Aisha. Aisha, Amma, many happy returns of the day. Happy birthday. നല്ലൊരു വർഷമായിരിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ലുക്ക് കിടലാണ്. എടാ അല്ല, നമ്മള് ഹൈന മാത്രമല്ലടാ, നമ്മളെല്ലാം മൂന്ന് വണ്ടിയും നമ്മള് ഹൈനയും ഈ 3 വണ്ടിയും മാറി മാറി ഇടും. ഞാൻ പറഞ്ഞില്ലേ, മാറ്റി മാറ്റി നമ്മൾ ഇടും. നമ്മൾ വീക്ക്ലി മാറ്റി മാറ്റി ഇടും. മാറ്റി മാറ്റിയേ ഇടത്തുള്ളൂ. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അല്ല ഹൈന മാത്രമായിട്ട് കൊണ്ടുവരിക, തേർഡ് വെഹിക്കിൾ ഹൈനെ കൺഫേം ആക്കുക, അങ്ങനത്തെ ഒരു സാധനം ഇല്ല. നമ്മൾ മാറ്റി മാറ്റി ഇടത്തതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. സ്ട്രീം ഇട്ട് അവരാധിച്ച് മുന്നോട്ട് പോകാനാണ് പ്ലാനെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്നും അത് തന്നെ ആയിരിക്കും. നമ്മുടെ ഒരു ഇതും അത് തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ ഞങ്ങൾ നിൽക്കത്തുള്ളൂ. അപ്പോൾ മര്യാദക്കാണെങ്കിൽ മര്യാദയ്ക്ക്. ബ്രോ, ഞാൻ പറഞ്ഞല്ലോ, ചീക്കെ മാരിയുടെയും കൂണ്ണടയും ഒന്നും ലൈവ് കാണാൻ ഒന്നും എനിക്ക് പറ്റൂല ഇവിടെ ഇരുന്ന്. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഓസി തപ്പി പോണ ഇവന്റെ ഒന്നും ലൈവ് കാണേണ്ട ഗതികേട് എനിക്കില്ല. എനിക്ക് ഇവിടെ ഇരുന്ന് എന്റെ ലൈവിലിരുന്ന് മറ്റേ ഇങ്ങനത്തെ വാണങ്ങളുടെ ഒന്നും ലൈവ് കാണാൻ എനിക്ക് പറ്റൂല. വോൾ ഓഫ് ഷെയിമില് ഒരു പയ്യൻ എന്നെ പിടിച്ചായിരുന്നു. അധികം കണ്ടായിരുന്നു, ഓൾറെഡി ഞാൻ കണ്ടായിരുന്നു. ഡിലീറ്റ് ആയോ അത്? വോൾ ഓഫ് ഷെയിമിൽ ഒരു പയ്യൻ വന്നിട്ട് പോയായിരുന്നു. അത് ചെറുതായിട്ടൊന്ന് ആധാർ കാർഡ് ഒന്ന് എഡിറ്റ് ചെയ്ത്, ബസ് കാർഡല്ലേ, ബസ്സിന്റെ കാർഡൊന്ന് എഡിറ്റ് ചെയ്ത് വയസ്സൊന്ന് ചെറുതായിട്ട് കൂട്ടി വെച്ചു. ചെയ്തോളൂ, ചെറുതായിട്ട് 3:15 നോക്കാം. ഇല്ല വിടറ, ഇത് മതി. ഇത് കുറെ പേര് ഇപ്പൊ തന്നെ ഹാർട്ട് ബ്രേക്ക് ആയിട്ട് ഇരിക്കുക, മനസ്സിലായ? കുറെ പേര് ഇപ്പൊ തന്നെ ഈ പറഞ്ഞതുപോലെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാത്ത സിറ്റുവേഷനിൽ ഇരിക്കുക. പിന്നെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. ആരാണെന്നോ എനിക്ക് അറിഞ്ഞൂടാ, പയ്യനെ അറിഞ്ഞൂടാ. എനിക്ക് അവിടെ ഡിസ്കോർഡ് നെയിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ പയ്യനെ ആരെന്ന് അറിഞ്ഞൂടാ. പോടാ കുണ്ണേ.